നമസ്കാരം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന വലിയ ലോകത്തേക്ക് നമുക്കൊരു യാത്ര പോയാലോ? ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്ന ഒരാളുടെ കണ്ണിലൂടെ നമുക്ക് ഈ ലോകത്തെ അറിയാൻ ശ്രമിക്കാം. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ഇന്റർനെറ്റ് എങ്ങനെയാണ് അറിയുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ രഹസ്യം നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. നിങ്ങളൊരു പുതിയ ഷൂസ് വാങ്ങുന്നതിനെക്കുറിച്ച് കൂട്ടുകാരോട് സംസാരിച്ചു എന്ന് വെക്കുക. അല്ലെങ്കിൽ ഗൂഗിളില് വെറുതെ ഒന്ന് നോക്കി. അടുത്ത നിമിഷം മുതൽ നിങ്ങളുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമൊക്കെ ഷൂസിന്റെ പരസ്യങ്ങൾ നിറയുന്നു, അല്ലേ? ഇതൊരു മാന്ത്രിക വിദ്യയൊന്നുമല്ല. ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ പവർ. നമ്മുടെ ഓരോ ക്ലിക്കും ഓരോ സെർച്ചും ഈ വലിയ കളിയുടെ ഭാഗമാകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോ നമ്മുടെ യാത്ര എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? തീർച്ചയായും ആദ്യത്തെ പടിയിൽ നിന്ന് തന്നെ. അതായത് ഓൺലൈനിൽ സ്വന്തമായി ഒരു ഇടമുണ്ടാക്കുക. ഇന്നത്തെ കാലത്ത് ഇത് ഒരു പ്രധാനപ്പെട്ട ടൗണിന്റെ നടുക്ക് ഒരു കട തുറക്കുന്നത് പോലെയാണ്. ലോകം മുഴുവനുമുള്ള ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വരാവുന്ന ഒരു വെർച്വൽ ഷോപ്പ്. എന്താണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് ചോദിച്ചാൽ സിമ്പിളായി പറയാം. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഇന്റർനെറ്റ് ഇതൊക്കെ ഉപയോഗിച്ച് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണിത്. ഇത് വെറുതെ സാധനങ്ങൾ വിൽക്കൽ മാത്രമല്ല, മറിച്ച് കസ്റ്റമേഴ്സുമായി ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പുതിയ വഴിയാണ്. ഇതിന്റെ ചരിത്രം കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. 1990-ൽ ആർച്ചി എന്നൊരു സെർച്ച് എഞ്ചിൻ വന്നു. അതിന്റെ പണി എന്തായിരുന്നെന്നോ? ഓൺലൈൻ ഫയലുകൾക്കിടയിൽ നിന്ന് നമുക്ക് വേണ്ടത് തപ്പിയെടുക്കുക, അത്രമാത്രം. അവിടെ നിന്ന് തുടങ്ങി ഗൂഗിളും ഫേസ്ബുക്കും നമ്മുടെ ഇഷ്ടങ്ങൾ പോലും മനസ്സിലാക്കി പരസ്യം കാണിക്കുന്ന ഇന്നത്തെ കാലത്തേക്കുള്ള ആ ഒരു മാറ്റമില്ലേ, അത് ശരിക്കും അവിശ്വസനീയമാണ്. ശരി, അപ്പം നമ്മുടെ പുതിയ ബിസിനസ്സുകാരൻ നല്ല അടിപൊളി ഒരു ഓൺലൈൻ സ്റ്റോറൊക്കെ തുടങ്ങി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ആൾത്തിരക്കില്ലാത്തൊരു കാട്ടിൽ കൊണ്ടുപോയി ഒരു വലിയ ഷോപ്പിംഗ് മാള് പണിതതുപോലെയായിപ്പോയി. ആരും അങ്ങോട്ട് എത്തുന്നില്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം, അല്ലേ? ഇതാണ് ആദ്യത്തെ വലിയ വെല്ലുവിളി. ആളുകൾ നിങ്ങളെ എങ്ങനെ കണ്ടെത്തും? ഗൂഗിളിന്റെ പ്രവർത്തനം ഒരു മാജിക് ഒന്നുമല്ല, അതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. ഇതിനെ ഒരു വലിയ ലൈബ്രറിയുമായി താരതമ്യം ചെയ്യാം. ആദ്യം സ്പൈഡറുകൾ എന്ന പ്രോഗ്രാമുകൾ ലോകത്തുള്ള എല്ലാ വെബ് പേജുകളെയും, അതായത് പുസ്തകങ്ങളെയും കണ്ടെത്തുന്നു. പിന്നെ ഓരോ പേജിലും എന്താണുള്ളതെന്ന് വായിച്ചു മനസ്സിലാക്കുന്നു. അവസാനം ഇതെല്ലാം ഭംഗിയായി തരംതിരിച്ച് ഒരു വലിയ കാറ്റലോഗിൽ, അതായത് ഇൻഡെക്സിൽ സൂക്ഷിക്കുന്നു. നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ ഈ കാറ്റലോഗിൽ നിന്നാണ് ഗൂഗിൾ നിമിഷങ്ങൾക്കകം ഉത്തരം കണ്ടെത്തുന്നത്. ഗൂഗിളിൽ ഒന്നാമതെത്താൻ പ്രധാനമായും 2 വഴികളുണ്ട്. ഒന്ന്, SEO, അതായത് നമ്മുടെ വെബ്സൈറ്റിന്റെ ക്വാളിറ്റി കൂട്ടിയും ആളുകൾക്ക് ഉപകാരപ്രദമായ വിവരങ്ങൾ നൽകിയും പതിയെ പതിയെ മുകളിലേക്ക് വരുന്നത്. രണ്ടാമത്തേത് SEM, അതായത് ഗൂഗിളിന് പണം കൊടുത്ത് സെർച്ച് റിസൾട്ടിന്റെ ഏറ്റവും മുകളിൽ പരസ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. ഒന്ന് കഷ്ടപ്പെട്ട് നല്ല പേര് സമ്പാദിക്കുന്നത് പോലെയും മറ്റൊന്ന് പണം കൊടുത്ത് ഒരു വലിയ പരസ്യ ബോർഡ് വെക്കുന്നത് പോലെയുമാണ്. രണ്ടിനും അതിന്റേതായ ഗുണങ്ങളുണ്ട്. ഓക്കേ, ആളുകളൊക്കെ ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ബിസിനസ് ശരിക്കും ലാഭത്തിലാണോ? കാര്യങ്ങൾ വിചാരിച്ച പോലെ പോകുന്നുണ്ടോ? ഇതെങ്ങനെ അറിയും? അവിടെയാണ് ചില കണക്കുകളുടെ പ്രാധാന്യം വരുന്നത്. ഒരു ഓൺലൈൻ ബിസിനസിന്റെ ഹെൽത്ത് ചെക്കപ്പ് റിപ്പോർട്ടാണിത്. ഓരോ അളവും ഓരോ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളോട് പറയുന്നത്. ഉദാഹരണത്തിന്, കാർട്ട് അബാൻഡൻമെന്റ് റേറ്റ്, അതായത് സാധനങ്ങൾ കാർട്ടിലേക്കിട്ടിട്ട് വാങ്ങാതെ പോകുന്നവരുടെ എണ്ണം. ഇത് കൂടുതലാണെങ്കിൽ അതിനർത്ഥം പേയ്മെന്റ് ചെയ്യാനുള്ള പേജിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നാണ്. ഒരു ഡോക്ടർ നമ്മുടെ പൾസ് നോക്കി അസുഖം കണ്ടുപിടിക്കുന്ന പോലെയാണിത്. ഈ കണക്ക് കണ്ടോ? ഇത് ശരിക്കും ഞെട്ടിക്കുന്ന ഒന്നാണ്. ഒരു സാധനം വാങ്ങാൻ തീരുമാനിച്ചു, കാർട്ടിലിട്ടതിനു ശേഷം 10-7 പേരും അത് വാങ്ങാതെ പോകുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. ചിലപ്പോൾ ഡെലിവറി ചാർജ് കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ പേയ്മെന്റ് ഓപ്ഷനുകൾ കുറവായിരിക്കാം. കാരണം എന്തായാലും ഈ ഒരൊറ്റ പ്രശ്നം പരിഹരിച്ചാൽ തന്നെ ഒരു ബിസിനസ്സിന് വലിയ മാറ്റമുണ്ടാക്കാൻ പറ്റും. ഇനി ഈ ചെറിയ നമ്പറിന്റെ വലിയ ശക്തിയെക്കുറിച്ച് പറയാം. കൺവേർഷൻ റേറ്റ്, അതായത് നിങ്ങളുടെ സൈറ്റിൽ വരുന്ന 100 പേരിൽ എത്ര പേർ സാധനം വാങ്ങുന്നു എന്നതിന്റെ കണക്ക്. സാധാരണയായി ഇത് 4.5%ഒക്കെയാണ്. എന്നുവെച്ചാൽ വെബ്സൈറ്റ് സന്ദർശിക്കുന്ന 200 പേരിൽ ഏതാണ്ട് 9 പേർ മാത്രമാണ് എന്തെങ്കിലും വാങ്ങുന്നത്. ആ 200 പേരിൽ ഒരാളെ കൂടി വാങ്ങാൻ പ്രേരിപ്പിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ സെയിൽസ് 10%-ലധികം കൂടും. അതാണ് ചെറിയ സംഖ്യയുടെ പവർ. ശരി, ഇനി ഈ കഥയിലൊരു ട്വിസ്റ്റ് വരാൻ പോവാണ്. നമ്മളിപ്പോ ഈ പറഞ്ഞ കണക്കുകളൊക്കെ മെച്ചപ്പെടുത്താന് ഡിജിറ്റൽ മാർക്കറ്റർമാർ ഉപയോഗിക്കുന്നൊരു രഹസ്യായുധമുണ്ട്, ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ്. അതെ, ഇതാണ് $1 മില്യൺ ചോദ്യം. ആളുകളെക്കൊണ്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കാൻ ഇവർക്കെങ്ങനെയാണ് കഴിയുന്നത്? ഇതിന്റെ ഉത്തരം നമ്മളെ ആധുനിക മാർക്കറ്റിംഗിന്റെ ഏക്കവരെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകും.
അതെ, ഉത്തരം ഇതാണ്. പേഴ്സണൽ ഡാറ്റ. നമ്മുടെയൊക്കെ ഡാറ്റ. നമ്മൾ തുടക്കത്തിൽ ചോദിച്ച ചോദ്യമില്ലേ, നിങ്ങൾ എന്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇന്റർനെറ്റിന് എങ്ങനെ അറിയാമെന്ന്? അതിനുള്ള ഉത്തരവും ഇതുതന്നെയാണ്. നിങ്ങളുടെ ഡാറ്റ ഉപയോഗിച്ച്. ഇത് നിങ്ങൾക്ക് വളരെ പരിചിതമായിരിക്കും. നിങ്ങളൊരു വെബ്സൈറ്റിൽ കയറി ഒരു ഫോൺ നോക്കി എന്ന് വിചാരിക്കുക. അതിനുശേഷം നിങ്ങൾ ഫേസ്ബുക്ക് തുറന്നാലും യൂട്യൂബ് തുറന്നാലുമൊക്കെ ആ ഫോണിന്റെ പരസ്യം നിങ്ങളെ പിന്തുടരുന്നത് കാണാം. ഇതിനാണ് റീമാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, നിങ്ങളുടെ പ്രായം, സ്ഥലം, ഇഷ്ടങ്ങൾ എന്നിവയെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പരസ്യങ്ങൾ കാണിക്കുന്നു. ഇതെല്ലാം സാധ്യമാകുന്നത് നമ്മുടെ ഓൺലൈൻ ഡേറ്റ ശേഖരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ കുറച്ച് സങ്കീർണമായ ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഡേറ്റ എന്ന ഈ വലിയ ശക്തി ഉപയോഗിക്കുമ്പോൾ തന്നെ ഉപഭോക്താക്കളുടെ സ്വകാര്യത സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. ഈ രണ്ടും തമ്മിലുള്ള ബാലൻസ് എവിടെയാണ്? ഇതൊരു രസകരമായ കാര്യമാണ്. നമ്മളിൽ മിക്കവരും പറയും എന്റെ പ്രൈവസി വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന്. പക്ഷെ ഒരു പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൽ ചോദിക്കുന്ന പെർമിഷനുകളെല്ലാം നമ്മൾ വായിച്ചുപോലും നോക്കാതെ അലൗ കൊടുക്കും, അല്ലേ? സൗകര്യത്തിനു വേണ്ടി നമ്മൾ സ്വകാര്യതയെ അറിഞ്ഞോ അറിയാതെയോ വിട്ടുവീഴ്ച ചെയ്യുന്നു. ഈ ഒരു വൈരുദ്ധ്യത്തെയാണ് പ്രൈവസി പാരഡോക്സ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഒരു വടംവലി നടക്കുന്നത്. ബിസിനസ്സുകൾക്ക് വളരണമെങ്കിൽ കസ്റ്റമർ ഡേറ്റ വേണം. എന്നാൽ നമുക്ക്, അതായത് ഉപഭോക്താക്കൾക്ക്, നമ്മുടെ ഡേറ്റയുടെ പൂർണ്ണ നിയന്ത്രണവും സ്വകാര്യതയും വേണം. ഈ രണ്ട് താൽപര്യങ്ങൾക്കിടയിലുള്ള ആ ഒരു ശരിയായ ബാലൻസ് കണ്ടെത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടുതന്നെ ഇന്ന് ലോകമെമ്പാടും ശക്തമായ നിയമങ്ങളുണ്ട്. നിങ്ങളുടെ ഡാറ്റ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങളോട് വ്യക്തമായി പറഞ്ഞിരിക്കണം. അത് സുരക്ഷിതമായി സൂക്ഷിക്കണം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ഡാറ്റ പിൻവലിക്കാനുള്ള അവകാശവും ഉണ്ടായിരിക്കണം. ഇതൊക്കെ നിയമം അനുസരിക്കാൻ വേണ്ടി മാത്രമല്ല, കസ്റ്റമേഴ്സുമായി ഒരു നല്ല ബന്ധം, ഒരു വിശ്വാസമുണ്ടാക്കിയെടുക്കാനും അത്യാവശ്യമാണ്. അതെ, അവസാനം എല്ലാം വന്ന് നിൽക്കുന്നത് ഈ ഒരു വാക്കിലാണ്: വിശ്വാസം. സുതാര്യമായി പെരുമാറുമ്പോൾ ഉപഭോക്താക്കൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടാകുന്നു. ആ വിശ്വാസമാണ് ഏതൊരു ബിസിനസ്സിന്റെയും ഏറ്റവും വലിയ മുതൽക്കൂട്ട്. ആ വിശ്വാസമുണ്ടെങ്കിൽ ആളുകൾ അവരുടെ ഡാറ്റ പങ്കുവെക്കാൻ തയ്യാറാകും. ഈ ഒരു ചോദ്യത്തോടെ നമുക്കിന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം. ഇതിന് കറുപ്പും വെളുപ്പും പോലൊരു കൃത്യമായ ഉത്തരമില്ല. ഒരു ഉപഭോക്താവെന്ന നിലയിലും ഒരു ഡിജിറ്റൽ ലോകത്തെ പൗരൻ എന്ന നിലയിലും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണിത്. എവിടെയാണ് നമ്മൾ ആ വര വരയ്ക്കേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെല്ലാമാണ്? അടുത്ത തവണ കാണുന്നതുവരെ സ്മാർട്ടായി ബ്രൗസ് ചെയ്യുക, സുരക്ഷിതരായിരിക്കുക.